എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മാങ്ങ മുളകിട്ട കറി വയ്ക്കാം. അതിന് വേണ്ടി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. പച്ചമാങ്ങയാണ് വേണ്ടത്. അതിന് തൊലി കളഞ്ഞ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടി തുടങ്ങാറാകുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് അത് കഴിഞ്ഞിട്ട് മാങ്ങ അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇടുക. നല്ല എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വേണമെങ്കിലും മുളക് പൊടി ഇടാം. കാശ്മീരി ചില്ലി പൗഡർ ഇച്ചിരി കൂടുതൽ വേണം. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം. അതൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി മതി. അതിന് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ കായപ്പൊടി ഇടുമ്പോഴേ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് വേവിക്കണം. ഇനി വെള്ളം വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിക്കേണ്ട. ഒന്ന് മാങ്ങ നന്നായി വെന്ത് ഉടയണം. അതാണ് പരുവം. ഇത് നല്ലൊരു കറിയാണ്. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. എളുപ്പത്തിലുണ്ടാക്കാം. തേങ്ങ ഒന്നും അരക്കുകയേ വേണ്ട. പുളിയുള്ള മാങ്ങ ആണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും തിളച്ച് ഉടഞ്ഞെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഈ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടുപ്പത്തൊന്ന് താഴെ എടുത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. അടിപൊളിയാണ്. താങ്ക് യു.